നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. വീണ്ടും ഹൈ വോളറ്റൈലായിട്ടുള്ളൊരു മാർക്കറ്റാണ് നമുക്ക് കിട്ടിയത്. എങ്ങനെ കിട്ടാതിരിക്കും? കാരണം ഇന്ത്യ വിക്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 52 വീക്ക് ഹൈയിലാണ്. കൂടാതെ തന്നെ കഴിഞ്ഞ 8 ട്രേഡിംഗ് ഡേ കൊണ്ട് ഇന്ത്യ വിക്സ് ഏകദേശം ഒരു 70% ഒരു സ്പൈക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. സ്വാഭാവികമായ രീതിയിൽ ഇനി ഇതിലപ്പുറവും മാർക്കറ്റിൽ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അനുമാനിക്കുന്നത്. ഇന്ന് മാർക്കറ്റിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും FMCGയിലെ ലീഡിംഗ് കമ്പനിയായിട്ടുള്ള ബ്രിട്ടാനിയ, പ്രൈവറ്റ് സെക്ടർ ബാങ്കിലെ ലീഡിംഗ് കമ്പനിയായിട്ടുള്ള കൊട്ടാക് മഹേന്ദ്ര ബാങ്കും നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. കൊട്ടാക് ബാങ്കിന് നല്ലൊരു റിസൾട്ട് വന്നു. കൊട്ടാക് ബാങ്കിന് ഓൾറെഡി തന്നെ RBIയുടെ റെസ്ട്രിക്ഷൻ ഉണ്ട് ഇവരുടെ ക്രെഡിറ്റ് കാർഡിൽ. പക്ഷേ നല്ലൊരു റിസൾട്ട് വന്നു. കൂടാതെ തന്നെ അനലിസ്റ്റിംഗ് സ്ഥാപനങ്ങളെല്ലാം തന്നെ അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ള 2 ന്യൂസാണ് കൊട്ടാക് മഹേന്ദ്ര ബാങ്കിനെ സംബന്ധിച്ചുള്ളത്. ടാറ്റ ഗ്രൂപ്പിൽ നിന്ന് ജ്വല്ലറി സെഗ്മെൻറ്റിൽ ബിസിനസ് ചെയ്യുന്ന ടൈറ്റാൻ ഇന്ന് ഏകദേശം ഒരു 7% ഒരു ഫോള് രേഖപ്പെടുത്തി. സ്പെഷ്യാലിറ്റി കെമിക്കൽ കമ്പനിയായിട്ടുള്ള ദീപക് നൈട്രേറ്റ് അവർക്ക് മോർഗൻ സ്റ്റാൻലി ഡബിൾ അപ്ഗ്രേഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ ദീപക് നൈട്രേറ്റ് 5% റാലി രേഖപ്പെടുത്തി. പേടിഎമ്മിൻ്റെ പ്രസിഡൻറ്റ് റിസൈൻ ചെയ്തു എന്നുള്ള ഒരു കാരണം കൊണ്ട് പേടിഎം 5% ഫോളായിട്ടുണ്ട്. കൂടാതെ തന്നെ ഏഞ്ചൽ വണ്ണിൻ്റെ പുതിയ കസ്റ്റമേഴ്സിൻ്റെ അക്വിസിഷൻ ഫോൾ ആയത് കാരണം ഒരു 3% ഒരു ഫോളും പേടിഎമ്മും ഇന്ന് നൽകി. നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് പരിശോധിച്ചതിന് ശേഷം മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വരാം. ആകെ കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ കൂടിയും വളരെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഏറ്റവും ഒരു റെഡ് ബാർ കാണുന്നുണ്ട്. അതായത് നിഫ്റ്റിയുടെ ഒന്ന് ഓപ്പണിംഗ് റേഞ്ചാണ് 22,520 എന്ന റേഞ്ചിലാണ് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയിട്ടുള്ളത്. നിഫ്റ്റി ക്ലോസ് ആയത് 22,458 എന്ന റേഞ്ചിലായിരുന്നു. ഏകദേശം ഒരു 100 പോയിൻറ്റിൻ്റെ അടുത്ത് നമുക്കൊരു ഗ്യാപ്പ് അപ്പ് കിട്ടി. അതിനുശേഷം 22,587 റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു. ഇൻട്രാഡേ ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 15-ാമത്തെ മിനിറ്റ് 20-ാമത്തെ മിനിറ്റിൽ തന്നെ ഇൻട്രാഡേ ഹൈയിൽ നിന്ന് ഒരു സിവിയർ ഫോൾ 155 പോയിൻറ്റിൻ്റെ ഒരു ഫോൾ രേഖപ്പെടുത്തി ഇൻട്രാഡേ ഹൈയിൽ നിന്ന്. അതിനുശേഷം മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്ത് ഘട്ടമായിട്ട് ചെറുതായിട്ട് ഇടിഞ്ഞ് 22,458 എന്ന നിലയിൽ മാർക്കറ്റ് ക്ലോസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ക്ലോസ് നൽകിയപ്പോൾ നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് 33 പോയിൻറ്റിൻ്റെ ഒരു ഫോള്. സെൻസെക്സ് ഫ്ലാറ്റ് ആയിരുന്നു 17 പോയിൻറ്റ്. നിഫ്റ്റി ബാങ്ക് 28 പോയിൻറ്റിൻ്റെ ഒരു ഫ്ലാറ്റ് ആയ ഒരു ക്ലോസിങ് നൽകി. നിഫ്റ്റിയിൽ ബ്രിട്ടാനിയ, കൊട്ടാക് മഹേന്ദ്ര ബാങ്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5% റാലി രേഖപ്പെടുത്തിയപ്പോൾ IT കമ്പനിയായിട്ടുള്ള TCS ഏറെ നാളുകൾക്ക് ശേഷം 2% റാലിയും HUL അതിനും ഏറെ നാളുകൾക്ക് ശേഷം HUL ഒരു 1.7% റാലിയും രേഖപ്പെടുത്തി. HUL ഒരുപാട് ദിവസങ്ങളായിട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. M&M 1.5% റാലി രേഖപ്പെടുത്തി. M&Mൻ്റെ പുതിയ XUV X30O ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല നല്ല റെസ്പോൺസും ആ ഒരു വാഹനത്തിനുണ്ട്. ഇനി ഫോൾ ആയിട്ടുള്ളത് ടൈറ്റാൻ നമ്മൾ നേരത്തെ കണ്ടു 7% മുകളിൽ. അദാനി എൻ്റർപ്രൈസസ് 4%, BPCL 3%, കോൾ ഇന്ത്യ 2.5%, SPA 3% അടുത്ത് ഫോളോ രേഖപ്പെടുത്തി. ഇനിയിപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത് XPയുടെ ഒക്കെ റിസൾട്ടാണ് കേട്ടോ. ഇനി നേരെ ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് പോകുകയാണെങ്കിൽ നിഫ്റ്റി 22,450 സ്പോട്ടുള്ളത്. 22,500, 600, 700, 800 റേഞ്ചുകൾ മേജർ റെസിസ്റ്റൻസ് സ്റ്റോൺ കാണിക്കുന്നുണ്ട്. റെഡ് ബാർ കാണാം. PCR 0.62 മേജർ സപ്പോർട്ട് സോൺ 22,000. നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് നാളെ ഉള്ളത്. 21,750 സ്പോട്ട് ഉള്ളത്. മേജർ സപ്പോർട്ട് സോൺ 21,600, 500 റേഞ്ചുകളും. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉള്ളത് ഏറ്റവും വലിയ ബാർ ഗ്രീൻ ബാർ കാണാം 21,300. കോൾ സൈഡിലേക്ക് 22,000 ഏറ്റവും വലിയൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ PCR 0.7 ആണെന്ന് ഓർക്കണം. നിഫ്റ്റിയുടെയും PCR 0.64 ആണ്. ഈ വിക്സ് ഇത്ര അധികം ഉയരുക അതിനർത്ഥം ഇരുഭാഗത്തേക്കും പ്രശ്നങ്ങളുണ്ടാവും. ഇനിയിപ്പോൾ മാർക്കറ്റ് റാലി ചെയ്യുകയാണെങ്കിലും വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള റാലി ആയിരിക്കും ഉണ്ടാവുക. മാർക്കറ്റ് ഫോൾ ആണെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള ഫോളാണ് ഉണ്ടാകുക. വിക്സ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് 16.6 എന്ന നിലയിലാണ്. ഇന്ന് 13% ഒരു സ്പൈക്കാണ് വിക്സിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഈ ഞായറാഴ്ച കൊച്ചിയിൽ വെച്ച് നമ്മൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ക്ലാസ് ഓഫ്ലൈനിൽ ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു ബുധനാഴ്ച കൊച്ചിയിൽ വെച്ച് തന്നെ സ്വിംഗ് ട്രേഡിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊച്ചിയിൽ ഇനി നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിങ്ങിൻ്റെയും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെയും ഓഫ്ലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പഠിക്കാം. അതല്ല എങ്കിൽ ഈ 2 കോഴ്സും ഓൺലൈനായിട്ടും ഗൾഫിലുള്ള ആളുകൾക്കും ഇവിടെ വരാൻ പറ്റാത്ത ആളുകൾക്കും കണ്ടക്ട് ചെയ്യാം. ഏറ്റവും കുറഞ്ഞ ഫീസിൽ നമുക്ക് ഈ 2 കോഴ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. സ്റ്റോക്കിൻ്റെ ന്യൂസിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് മാരിക്കോയുടെ റിസൾട്ടാണ്. മാരിക്കോയുടെ ന്യൂസാണ്. മാരിക്കോ നെറ്റ് പ്രോഫിറ്റ് 5% സ്പൈക്ക് ചെയ്ത് 318, റവന്യൂ 2% സ്പൈക്ക്. ഇന്ത്യൻ ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 55% സ്പൈക്ക് ചെയ്ത് 2,247 കോടി രൂപ കരസ്ഥമാക്കി.
ഇൻട്രസ്റ്റ് ഇൻകം 9% സ്പൈക്ക്. റൂട്ട് മൊബൈൽ നെറ്റ് പ്രോഫിറ്റ് 101 കോടി രൂപയിൽ നിന്ന് 88 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് സ്ലൈറ്റ്ലി ഫോൾ ആയിട്ടുണ്ട്. ഡിവിഡൻഡ് 2 രൂപ പെർ ഷെയറിന് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ലുപ്പിന് പുതിയ മെഡിസിന് അവരുടെ യുഎസിലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. വിപ്രോ മൈക്രോസോഫ്റ്റായിട്ട് പുതിയൊരു IT കൊളാബറേഷൻ സൈൻ ചെയ്തു. ഗുജറാത്ത് ഫ്ലൂറി കെമിക്കൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 70% ഇടിഞ്ഞു. റവന്യൂ 20% ഇടിഞ്ഞു. കമ്പനി 3 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. JHCL കമ്പനി നെറ്റ് പ്രോഫിറ്റ് 218 നിന്ന് 125 കുറഞ്ഞു. ഡിവിഡൻഡ് 12 രൂപ പെർ ഷെയറിന് കമ്പനി പ്രഖ്യാപിച്ചു. വെൽസ്പൻ കോർപ്പറേഷൻ കമ്പനി മിഡിൽ ഈസ്റ്റിൽ നിന്ന് 133 കോടി രൂപയുടെ ഓർഡർ കിട്ടി. CG പവർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 10% ഇടിഞ്ഞ് 234 കോടി രൂപ. കഴിഞ്ഞ തവണ 260 കോടി രൂപ ഉണ്ടായിരുന്നായിരുന്നു. അരവിന്ദ് കമ്പനി 97 നിന്ന് 99 നെറ്റ് പ്രോഫിറ്റ് 7% ഉയർന്നു. കമ്പനി 3 രൂപ 75 പൈസ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. IT കമ്പനിയായിട്ടുള്ള HCL ടെക് AWS ആയിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. കാർ ട്രേഡ് ടെക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 14 നിന്ന് 22 ഉയർത്തി. ഗുൽഷൻ പോളിസ് കമ്പനി അവർ ഗൊൽക്കാപ്പാറയിൽ പുതിയ ഒരു പ്ലാന്റ് കൺസ്ട്രക്ഷൻ ചെയ്യാനായിട്ടുള്ള അപ്രൂവൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. ഇനി RBIയുടെ നോംസ് ഈ ഒരു ഫിനാൻഷ്യൽ മേഖലയിലുള്ള ലോൺസ് എല്ലാം തന്നെ കൊടുക്കുന്നതിൽ ഒരു ടൈറ്റൻ ചെയ്തത് കാരണം REC PFC IRDA കമ്പനി 11% അടുത്തൊക്കെ ഫോളോ രേഖപ്പെടുത്തി. ജെറ്റ് എയർവേസായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉള്ളത് ഇവരുടെ ഫൗണ്ടർ നരേഷ് ഗോയൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ശ്രീറാം പ്രോപ്പർട്ടീസ് കമ്പനി 2026 കൂടിയിട്ട് ഡെപ്റ്റ് ഫ്രീ കമ്പനിയായിട്ട് മാറുമെന്ന കമ്പനി അഭിപ്രായപ്പെട്ടു. JBM ഓട്ടോ കമ്പനി ഇവരുടെ റവന്യൂ അല്ലെങ്കിൽ ബിസിനസ് ഈ ഒരു നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ 3000 കോടി രൂപയായിട്ട് കമ്പനി ടാർഗറ്റ് ഉയർത്തിയിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് താഴെ കാണാം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന FTSE. ആക്ച്വലി ഇന്ന് FTSE മാർക്കറ്റ് ക്ലോസ് ആയിരുന്നു, അത് നോക്കണ്ട. അതിന് മുകളിലുള്ള ഫ്രാൻസ് മാർക്കറ്റും ജർമ്മൻ മാർക്കറ്റും പോസിറ്റീവാണ്. ഇന്ത്യ വിക്സ് കാണാം 13% സ്പൈക്ക്. ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ്. ഇത് നിക്കി ജപ്പാൻ മാർക്കറ്റ് അവധിയായിരുന്നു, കൊറിയൻ മാർക്കറ്റ് അവധിയായിരുന്നു. ചൈന മാർക്കറ്റ് ഗ്രീൻ അടച്ചു. ഓസ്ട്രേലിയ ഗ്രീൻ അടച്ചു. ബ്രന്റ് ഓയിൽ $83.75 പെർ ബാരൽ. ഇന്ന് ഗോൾഡ് സ്പൈക്ക് രേഖപ്പെടുത്തി $2317 ആയിട്ടുണ്ട്. ഇന്ന് $15 സ്പൈക്ക് രേഖപ്പെടുത്തി. ബിറ്റ്കോയിനും 446 പോയിൻറ്റ് സ്പൈക്ക് രേഖപ്പെടുത്തി 64,293 നിലയിലാണ്. അപ്പോൾ ബിറ്റ്കോയിൻ്റെ ഒക്കെ ലെവൽ നോക്കുകയാണെങ്കിൽ നമ്മൾ 68,000 പോയ ബിറ്റ്കോയിൻ വീണ്ടും 60,000 താഴെ പോയതായിരുന്നു. വീണ്ടും ബിറ്റ്കോയിൻ മുകളിലേക്ക് പോയിട്ടുണ്ട്. അതായത് ഒരു സിംഗിൾ ലോ എല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും ബിറ്റ്കോയിൻ മുകളിലേക്ക് പോകുകയാണ്. സമാനമായ അവസ്ഥയാണ് ഗോൾഡിൻ്റെ കേസിലുള്ളത്. 2400 പോയ ഗോൾഡ് 2300 താഴെ പോയി വീണ്ടും ഇന്ന് $15 ഉയർന്നിട്ടുണ്ട്. ഡോളറിൻ്റെ അവസ്ഥ ഈ സെയിം പാറ്റേണാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ. ഈ ഒരു ഡോയും നാസ്ഡാക്കും ഇടിഞ്ഞിരുന്നു, വീണ്ടും തിരിച്ച് കയറിയിട്ടുണ്ട്. ഒരുപാട് ഗ്ലോബൽ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല, സമയം അതിക്രമിച്ചു. നോ പ്രോബ്ലം. നമുക്ക് അടുത്ത ദിവസം കൂടുതൽ ഗ്ലോബൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും ശുഭ രാത്രി. താങ്ക് യു.